ഷാൻ, കുറേ തവണ ഞാൻ വിളിച്ചു, കിട്ടിയില്ല. എന്റെ അമ്മോ, നിനക്കറിയാലോ ഈ IT ഫീൽഡിലെ ജോലി മാത്രമല്ല അതിന്റെ വർക്ക് പ്രഷറും. എടാ, നീ അനുരാഗത്തിന് നിങ്ങൾ വായിച്ചു കഴിഞ്ഞോ? തീരാറായി. ഒരു കിടിലം ബുക്ക് ഞാൻ വരുന്ന വഴിക്ക് വാങ്ങിയിട്ടുണ്ട്. അതേതാ ആ ബുക്ക്? അത് ഞാൻ തരുമ്പോ കണ്ടാ മതി. എങ്കിൽ കിടന്നോളൂ ട്ടാ, നമുക്ക് രാവിലെ കാണാം. ഉറക്കം വരുന്നില്ല. ഈ കാത്തിരിപ്പ് വയ്യ. അതിനെന്താടാ, ഞാൻ രാവിലെ എത്തില്ലേ. ഇതൊന്ന് നോക്കി പ്രണയമേ, നീയില്ലാത്ത നിമിഷങ്ങളിൽ, നിലാവിറങ്ങിപ്പോയ രാത്രിയിലെ നിഴലാണ് ഞാൻ. ഇതെങ്ങനെയുണ്ട്? ഗ്രേറ്റ്. എഴുതി വെക്കട്ടാ. നമുക്കിതങ്ങ് പബ്ലിഷ് ചെയ്യാം. റെസ്റ്റ് മൊമെന്റ് എത്താറേ. എനിക്ക് ഉറങ്ങിക്കോളൂ കേട്ടോ. ഗുഡ് നൈറ്റ്. നീലച്ച ഞരമ്പിന് സൂചിമുനിയോട് പ്രണയം. ഒരു മാസം. അമ്മു, നമ്മുടെ ഈ ഒരുമിച്ചുള്ള യാത്രയിൽ ഒറ്റയ്ക്കുള്ളൊരു മടക്കയാത്ര, അത് ഞാൻ സമ്മതിക്കില്ല. എനിക്ക് നിന്നെ കാണണം. ലീവ് റെഡിയാടാ. ഞാൻ ഈ വീക്കെൻഡിലങ്ങ് വരും. പേടി തോന്നുടാ. അതെന്തേ? നീ എന്നെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. ആകെ കോലം കിട്ടും. അമ്മു, കോഴ്സ് കഴിഞ്ഞാൽ പിന്നെ മുടി വളർന്ന് ക്ഷീണമൊക്കെ മാറി എൻ്റെ അമ്മു സുന്ദരിയാവൂട്ടാ. അമ്മു, ഞാനൊരു കാര്യം പറയട്ടെ. ഒരു സിംഗിൾ സെൽ അത് 50 ടൈംസ് ട്രിപ്ലിക്കേറ്റ് ചെയ്ത് 700 ട്രില്യൺ സെൽസ് ആയതിനു ശേഷമാണ് ഒരു കുഞ്ഞായി മാറുന്നത്. അറിയോ? നീ എന്താ ക്ലാസ് എടുക്കാണോ? നീ ബാക്കിയോടെ കേൾക്ക്. അങ്ങനെ ഓരോ സെല്ലും ജനിച്ചു വളർന്ന് മെച്ചോറായി ഫങ്ഷൻ ചെയ്ത് നമ്മുടെ ശരീരം എന്ന സിസ്റ്റത്തെ നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ സഹായിക്കും. കഴിഞ്ഞോ? അങ്ങനെ ആ താളത്തിൽ അങ്ങ് രസമായിട്ട് പോകുമ്പോൾ ഒരു കുറുമ്പൻ സെല്ല് അത് മെച്ചോർ ആവാണ്ട് തന്നെ അങ്ങ് ഡിവൈഡ് ചെയ്യും. ഈ അൺകൺട്രോൾഡ് ഡിവിഷൻ, ഇതാണ് ക്യാൻസർ. അപ്പം നമ്മളെന്താ ചെയ്യുക? മരുന്ന് കൊടുത്തോ സർജറി ചെയ്തോ അവൻ്റെ കുറുമ്പിനെ അങ്ങ് ഇല്ലാണ്ടാക്കും, അല്ലേ? അമ്മോ, നീ ആ ഡോക്ടർ അജയൻ്റെ ഫീനിക്സ് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇപ്പോൾ ആക്റ്റീവ് അല്ലേ? ഞാനതിൽ മുമ്പ് ആക്റ്റീവ് ഒന്നും ആയിരുന്നില്ല. ഈ പോരാട്ടത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും പോസ്റ്റുകൾ മാത്രം ഷെയർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് എനിക്ക് താല്പര്യം തോന്നിയില്ല. പിന്നെ വെറുതെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഒരു ചിത്രത്തിൽ കണ്ണുടക്കി. മനസ്സും മരണക്കിടക്കേന്ന് അമ്മയെ വാരിയെടുത്ത് ജീവിതത്തിലേക്ക് നടന്ന മകനെക്കുറിച്ച് അന്ന് വാട്സാപ്പ് ഗ്രൂപ്പിൽ ചർച്ചാ വിഷയമായിരുന്നു. ആ ചിത്രത്തിലൂടെയാണ് നിന്നിലേക്ക് എത്തിയത്. അത് ഇനി ഒന്നും ചെയ്യാനില്ലെന്ന് ഡോക്ടർ പറഞ്ഞപ്പം എൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ കിടന്ന് മരിക്കണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. കൊച്ചു കൊച്ചു സന്തോഷങ്ങളോട് ഞങ്ങളങ്ങ് യാത്ര ചെയ്തു.
അമ്മേ എന്നുലകം നീയേ എന്നുതിരമുദിത്ത ഇടമും ഉൻകറുവിൽ ദാനമ്മ എൻ തുയരം തീർക്കുമീസയും മുന്തൻ താലാട്ടെ അമ്മ തവ പവിത്ര ഗർഭ തപോവനേ തുതീയം ഹൃദയസ്പന്ദനം മമ സാമ സംഗീതമാസീത് ഹേ അംബേ ഹേ അംബേ. എനിക്ക് വയ്യാടാ, വയ്യാണ്ടാവും. അമ്മു, നീ ഈ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ലോ ഓഫ് അട്രാക്ഷൻ ഒന്ന് കണ്ണടച്ചേ. ഇതാവണം സങ്കല്പം. ഈ സങ്കല്പങ്ങൾക്കൊക്കെ നല്ല കരുത്തുണ്ട്. ജാൻ, നീ എവിടെയാണ്? ഞാൻ ഒരുപാട് തവണ വിളിച്ചു, എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കും. ഇവിടെ ടിവിയിൽ ആക്സിഡന്റിന്റെ ഒക്കെ ന്യൂസ്. ജാൻ, ഓക്കെ? ആലപ്പുഴയിൽ നിന്നും തൃശ്ശൂരിലേക്ക് പോകുകയായിരുന്ന സൂപ്പർഫാസ്റ്റ് എറണാകുളത്ത് നിന്നും ആലപ്പുഴയിലേക്ക് വന്നുകൊണ്ടിരുന്ന മറ്റൊരു സൂപ്പർഫാസ്റ്റുമായി ചേർത്തലയിൽ വെച്ച് കൂട്ടിയിടിച്ചു. രണ്ടുപേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണമടഞ്ഞു എന്നാണ് അറിയുന്നത്. നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. പ്ലീസ് റിപ്ലൈ. ഓക്കെ? എന്തെങ്കിലും ഒന്ന് പറ. നീ ഓക്കെ അല്ലേ? ഞാൻ വല്ലാണ്ട് പേടിച്ചൂടാ. ആകെ അൺകോൺഷ്യസ് ആയി ICUലേക്ക് മാറ്റി. ഇപ്പൊ റൂമിലേക്ക് തിരിച്ച് ഷിഫ്റ്റ്
ചെയ്തോളൂ. ജാൻ, നീ എന്തോ ഒന്നും മിണ്ടാത്തെ? പ്ലീസ് റിപ്ലൈ. എന്തെങ്കിലും ഒന്ന് പറ. ഈ ഫോണ് ജാനിൻ്റെ തന്നെയല്ലേ? അവനെന്താ പറ്റിയേ? എന്താണിത്? ഇതെന്താ കളിക്കാൻ നിൽക്കാണോ? ഞാൻ അതിന് പറ്റിയൊരവസ്ഥയിലല്ല. ഇത് ജാൻ തന്നെയല്ലേ? ചെറുതായിട്ട് 1-2 പെയിന്റ് പോയി. പിന്നെ താടിയിലെല്ലാം പൊട്ടലുണ്ട്. അതുകൊണ്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ പേടിക്കണമൊന്നുമില്ല. സോറി, നീ പേടിക്കുന്നു വിചാരിച്ചിട്ടൊന്നും അറിയിക്കാതിരുന്നത്. ഇതിപ്പോ ടിവിയിലൊക്കെ വരുന്നു ഞാൻ വിചാരിച്ചില്ല. നമ്മ സ്റ്റാർ അല്ലേ. പോടാ. എന്നിട്ട് നീ ഓക്കെ ആണല്ലോ അല്ലേ? ഞാനൊന്ന് വീഡിയോ കോൾ ചെയ്തോട്ടെ? അയ്യോ വേണ്ട, ചാർജ് കുറവാണ്, ഇപ്പൊ ഓഫാകും. നിനക്ക് കളി കുറച്ച് കൂടുന്നുണ്ട്. ഇന്നലെ രാത്രി ഞാനങ്ങ് പോയേനെ. നിനക്കറിയാലോ എന്നെ ഒന്ന് കാണാനായിട്ട് ഈ പ്രാണൻ ഇങ്ങനെ. നിന്നെ പേടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. ഞാനൊരു ഭാഗ്യമില്ലാത്തവളായതുകൊണ്ടേ എന്തൊക്കെയോ ചിന്തിച്ചു പോയി. അപ്പൊ ഞാൻ നിന്റെ ഭാഗ്യമല്ലേ? അതല്ലടാ, വല്യമ്മ എപ്പോഴും പറയും കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്ത പാപങ്ങളൊക്കെയാ ഈ ജന്മത്തിൽ നമുക്ക് രോഗങ്ങളായിട്ടൊക്കെ വരുന്നേന്ന്. അമ്മോ, നമുക്ക് ഈ ഓർമ്മയില്ലാത്ത ജന്മങ്ങളുടെ പ്രാരാബ്ദങ്ങളുടെ കണക്കുകളൊക്കെ എന്തിനാ? എന്നാലും ഇതൊക്കെ കേൾക്കുമ്പോ ഒരു സങ്കടം വരും. എന്തിന്? നമുക്കിപ്പോ ഈ നിമിഷത്തിൽ സന്തോഷമായിട്ട് നല്ല രസമായിട്ട് ജീവിച്ചാൽ മതി. നമുക്ക് ആരെയും ജയിക്കണ്ട. നമുക്ക് നമ്മുടെ ഉള്ളിൽ ജയിച്ചാ പോരെ? ജാൻ, നീ ശരിക്കും എൻ്റെ ജാനാണ്. ഈ ജീവിതം ഇങ്ങനെ തുടരുന്നുണ്ടെങ്കിൽ അതിനെനിക്ക് കടപ്പാട് നിന്നോട് മാത്രമാണ്. നിന്നോട് മാത്രം. ഒരു പങ്ക് ദൈവത്തിനുള്ളതാ, ബാക്കി സീസൺ. കഴിഞ്ഞ ദിവസം ചേർത്തലയിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച 2 പേരും തമിഴ്നാട്ടിൽ നിന്നുള്ള തീർത്ഥാടകരാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ബാക്കിയുള്ളവർ അപകടനില തരണം ചെയ്തിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. ICUയിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് ഇനിയും ബോധം തെളിഞ്ഞിട്ടില്ല.
ഫോട്ടോയിൽ കാണുന്ന ഈ വ്യക്തിയെ തിരിച്ചറിയുന്നവർ എത്രയും പെട്ടെന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെടാൻ അഭ്യർത്ഥിക്കുന്നു. ഏതൊരവസ്ഥയിലും തളർന്നിട്ടും തകരാത്തവർക്കും തണലായി കൂടെ നിന്നവർക്കും വേണ്ടി ഈ ചിത്രം സമർപ്പിക്കുന്നു.